ഹായ് മക്കളെ, നമ്മൾ ഇന്ന് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അനാലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്ന നമ്മുടെ റീസെന്റ് ആയി നീറ്റിന്റെ സിലബസിലേക്ക് ആഡ് ചെയ്ത ചാപ്റ്ററിൽ നിന്നുള്ള സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് ആനയോൺസ്. അതിൽ ഇനോർഗാനിക് സോൾട്ട് അനാലിസിസിൽ നമുക്കറിയാം ആനയോൺ അനാലിസിസ് ഉണ്ട്, കാറ്റോൺ അനാലിസിസ് ഉണ്ട്. അതിൽ ആനയോൺ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ശ്രദ്ധയോടെ കേൾക്കുക. ഈ ഒരു രീതിയിൽ തന്നെ ഇത് ഒരു തവണ അല്ലെങ്കിൽ 2 തവണ നിങ്ങളൊന്ന് എഴുതിയാൽ, ഞാൻ ഈ വീഡിയോ നമ്മൾ പറയുന്നതിനൊപ്പം നിങ്ങൾ കൂടി ഒന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ട്, ഈ രീതിയിൽ ഒന്ന് എഴുതി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് എന്ത് ചെയ്യും, അതവിടെ ഓർത്തിരിക്കാൻ പറ്റും. ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. സോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആക്ച്വലി എത്ര ആനയോൺസ് ആണ് നമുക്ക് അനലൈസ് ചെയ്യാനുള്ളത്, എത്ര ആനയോൺസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് ആദ്യമേ നമ്മളൊന്ന് മനസ്സിലാക്കണം. നോക്കൂ, കാർബണേറ്റ്, സൾഫൈഡ്, നൈട്രൈറ്റ് NO2 മൈനസ്, Cl മൈനസ്, Br മൈനസ്, I മൈനസ്, NO3 മൈനസ് ആൻഡ് SO2 മൈനസ്. ഈ 8 ആനയോൺസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അതിൽ ഓരോ ആനയോണിനും ഒരു ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റും 2 or 3 കൺഫർമേറ്ററി ടെസ്റ്റുകളാണ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഈ ഐഡന്റിഫിക്കേഷൻ നമ്മൾ നടത്തുന്നത് ഒന്നുകിൽ ഡൈല്യൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ് സോൾട്ടിലേക്ക് ആഡ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് സോൾട്ടിലേക്ക് ആഡ് ചെയ്തിട്ടാണ്. അങ്ങനെ ഡൈല്യൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ് സാൾട്ടിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന 3 ആനയോൺസ് ഉണ്ട്: കാർബണേറ്റ്, സൾഫൈഡ്, നൈട്രൈറ്റ് NO2 മൈനസ്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് സാൾട്ടിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന 4 ആനയോൺസ് ഉണ്ട്: Cl മൈനസ്, Br മൈനസ്, I മൈനസ്, NO3 മൈനസ്. ഇനി ഇതൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ 8ാമത്തെ ആനയോൺ ആയിട്ടുള്ള സൾഫേറ്റ് ആയിരിക്കുമെന്ന് നമ്മൾ എന്ത് ചെയ്യും, ഉറപ്പിക്കും. എങ്ങനെയാണ് നോർമലി ഐഡന്റിഫിക്കേഷൻ നടത്തുക? ഇനി നിങ്ങൾ നോക്കണേ. സാൾട്ടിലേക്ക് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ബ്രിസ്ക് എഫവെസൻസ് വന്നാൽ അത് കാർബൺ ഡയോക്സൈഡ് ആണ്, കാർബണേറ്റ് ആണ് ആനയോൺ. അല്ല, റോട്ടൺ എഗിന്റെ സ്മെല്ലാണ് വരുന്നതെങ്കിൽ അത് ഹൈഡ്രജൻ സൾഫൈഡ് ആണ്, സൾഫൈഡ് ആണ് നിങ്ങളുടെ ആനയോൺ. അതിനു പകരം ബ്രൗൺ ഫ്യൂംസ് ആണ് വരുന്നതെങ്കിൽ അത് NO2 ആണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. സോ അതിനുള്ളിലുള്ള അയോൺ എന്ന് പറയുന്നത് NO2 മൈനസ് ആണ്. അപ്പൊ 3 ആനയോൺസ്, അതിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റിന്റെ ഒബ്സർവേഷൻ എന്താ, ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് ഏതാ. അപ്പൊ ഇവരൊക്കെ ഏത് ഫോമിലേക്കാണ് മാറുക എന്ന് ഞാൻ പറഞ്ഞു. കാർബണേറ്റ് കാർബൺ ഡയോക്സൈഡ് ആയി മാറും, സൾഫൈഡ് H2S ആയി മാറും, നൈട്രൈറ്റ് NO2 നൈട്രജൻ ഡയോക്സൈഡ് ആയി മാറും. ഇനി ഇത് 3 ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സാൾട്ടിലേക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കും. ഓക്കെ ആണോ? അവിടെ കളർലെസ് ഗ്യാസ് കിട്ടുവാണെങ്കിൽ അത് HCl ആണ്. സോ Cl മൈനസ് പ്രസന്റ് ആണ്. ബ്രൗൺ ഗ്യാസ് കിട്ടുവാണെങ്കിൽ അത് ബ്രോമിൻ ആണ്. സോ Br മൈനസ് പ്രസന്റ് ആണ്. വയലറ്റ് വേപ്പേഴ്സ് കിട്ടുവാണെങ്കിൽ അത് അയഡിൻ ആണ്, I മൈനസ് പ്രസന്റ് ആണ്. ആൻഡ് ബ്രൗൺ ഫ്യൂംസ് ആണ് കിട്ടുന്നെങ്കിൽ അത് NO2 ആണ്, അതായത് NO3 മൈനസ് ആണ് അവിടെ പ്രസന്റ് ആയിട്ടുണ്ടാവുക. അപ്പൊ ഇതാണ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ബ്രൗൺ ഫ്യൂംസ് കിട്ടുന്ന 2 എക്സ്പെരിമെന്റുകൾ ഉണ്ട്. 2ലും പുറത്ത് വരുന്നത് NO2 ആണ്. പക്ഷെ ആനയോൺസ് ഡിഫറെന്റ് ആയിരിക്കും. അവിടെ ആഡ് ചെയ്യുന്ന റിയേജന്റ് നോക്കിയിട്ട് വേണം നമ്മൾ അതിൽ ഏതാണെന്ന് തീരുമാനിക്കാൻ. ഓക്കെ, അപ്പൊ ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി ഇവരുടെയൊക്കെ കൺഫർമേറ്ററിയിലേക്കാണ് നമ്മൾ പോകുന്നത്. മക്കളെ നോക്കൂ, ഡൈലൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ് വെച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന 3 ആനയോണുകളും അവരുടെ കൺഫർമേറ്ററിയും ഒരുമിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. എന്താ പറയണേ? ആദ്യം നിങ്ങളുടെ സോൾട്ടിലേക്ക് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുമ്പോൾ ഐഡന്റിഫിക്കേഷനിൽ പറഞ്ഞ പോലെ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വരും. അത് ലൈം വാട്ടറിലൂടെ കടത്തിവിട്ടാൽ ലൈം വാട്ടർ മിൽക്കി ആകും. ആൻഡ് എക്സസ് കാർബൺ ഡയോക്സൈഡ് അതിലൂടെ കടത്തിവിട്ടാൽ അത് മിൽക്കി എന്നതിൽ നിന്ന് കളർലെസ് ആയി മാറും. അതായത് ആദ്യം കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യുമ്പോഴാണ് മിൽക്കി ആവുക, അത് കാൽഷ്യം ബൈ കാർബണേറ്റ് ആകുമ്പോഴാണ് കളർലെസ് ആകുക. അപ്പോൾ കാർബണേറ്റിന്റെ ഐഡന്റിഫിക്കേഷനോടൊപ്പം തന്നെയാണ് അവന്റെ കൺഫർമേറ്ററി നമ്മൾ ചെയ്യുക, സെപ്പറേറ്റ് അല്ല. അപ്പൊ അത് അത്രയും മതി. ഇത് രണ്ടും കൺഫർമേറ്ററി ആണ്. ഇനി സൾഫൈഡ് ആണ്. സൾഫൈഡിന്റെ ഐഡന്റിഫിക്കേഷൻ എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുമ്പോൾ H2S ഫോം ചെയ്യും, അല്ലെ റൊട്ടൺ എഗിന്റെ സ്മെല്ലുള്ള, ചീഞ്ഞ മുട്ടയുടെ സ്മെല്ലുള്ള H2S ഫോം ചെയ്യും. അത് ലെഡ് അസറ്റേറ്റ് കോട്ട് ചെയ്ത പേപ്പറിലേക്ക് കടത്തി വിടുമ്പോൾ ബ്ലാക്ക് ആയിട്ട് ആ പേപ്പർ മാറുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സൾഫൈഡ് പ്രസന്റ് ആണ്, കൺഫേംഡ് ആണ്, ഫോം ചെയ്തത് ലെഡ് സൾഫൈഡ് ആണ്. ഓക്കെ ആണോ? ഇതാണ് ഒരു കൺഫർമേറ്ററി. അപ്പൊ ഐഡന്റിഫിക്കേഷന്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഒരു കൺഫർമേറ്ററി വരിക. 2ാമത്തെ കൺഫർമേറ്ററി, സാൾട്ട് സൊല്യൂഷനിലേക്ക് സോഡിയം നൈട്രോ പ്രുസൈഡ് ആഡ് ചെയ്യുമ്പോൾ പർപ്പിൾ കളർ കിട്ടുന്നുണ്ടോ? ഇതാണ് പർപ്പിൾ കളറിന് കാരണമായ കോംപ്ലക്സ്. ഓക്കെ ആണോ? Na4 FeCN5 NOS. ഓക്കെ ആണേ. അപ്പൊ സൾഫൈഡിന്റെ 2 കൺഫർമേറ്ററി നമ്മൾ പറഞ്ഞു, 1, 2. ഇനി 3ാമത്തേത് NO2 മൈനസിന്റെ.
NO2 മൈനസിന്റെ ഐഡന്റിഫിക്കേഷനൊപ്പം തന്നെയാണ് ഇതിന്റെ ഒന്നാമത്തെ കൺഫർമേറ്ററി. ബ്രൗൺ ഗ്യാസ് ആയ NO2 പുറത്തു വരുമ്പോൾ അതിലേക്ക് പൊട്ടാസ്യം അയഡൈഡും സ്റ്റാർച്ചും ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ബ്ലൂ കളർ കിട്ടിയാൽ NO2 മൈനസ് ഇസ് കൺഫേംഡ്. ഓക്കെ ആണ്. രണ്ടാമത്തെ കൺഫർമേറ്ററി സോൾട്ട് സൊല്യൂഷനിലേക്ക് അസറ്റിക് ആസിഡ്, സൾഫാനിലിക് ആസിഡ്, 1-നാഫ്തൈലമീൻ ഇത്രയും ആഡ് ചെയ്യുമ്പോൾ റെഡ് കളർ കിട്ടിയാൽ NO2 മൈനസ് ഇസ് അഗെയിൻ കൺഫേംഡ്. അപ്പൊ NO2 മൈനസിന്റെ രണ്ട് കൺഫർമേറ്ററികൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഐഡന്റിഫിക്കേഷന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കൺഫർമേറ്ററിയാണ്, രണ്ടൊരു എക്സ്ട്രാ കൺഫർമേറ്ററിയാണ്. ഇനി മക്കളെ ഹാലൈഡുകളുടെ കൺഫർമേറ്ററി Cl മൈനസിന്റെ, Br മൈനസിന്റെ, I മൈനസിന്റെ അതിൽ കുറെ കോമൺ ആയ ടെസ്റ്റുകൾ ഉണ്ട്. നോക്കൂ, ആദ്യത്തേത് അതിന്റെ ഐഡന്റിഫിക്കേഷന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പൊ നമ്മൾ സാൾട്ടിലേക്ക് കോൺസെൻട്രേറ്റ് HCl ആഡ് ചെയ്യുമ്പോൾ HCl എന്ന് പറയുന്ന കളറിലേക്ക് ഗ്യാസ് ഉണ്ടാവും. റെഡി അല്ലേ? ഇനി അതിന്റെ കൺഫർമേറ്ററിയിലേക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ അവിടെ വൈറ്റ് ഡെൻസ് ഫ്യൂംസ് ഫോം ചെയ്യും. കാരണം അമോണിയം ക്ലോറൈഡ് ഫോം ചെയ്യും അവിടെ. ഈ അമോണിയം ക്ലോറൈഡ് ആണ് വൈറ്റ് ഡെൻസ് ഫ്യൂംസ് ആകുന്നത്. സോ Cl മൈനസ് കൺഫേംഡ് ആണ്. റെഡി. രണ്ടാമത്തേത് ഈ കളർലെസ് ഗ്യാസ് ഫോം ചെയ്തല്ലോ. കളർലെസ് ഗ്യാസ് ഫോം ചെയ്തതിലേക്ക് MnO2 ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്രീനിഷ് യെല്ലോ ഗ്യാസ് പുറത്തു വരുന്നുണ്ടെങ്കിൽ ആ ഗ്യാസ് ക്ലോറിൻ ആണ്. സോ Cl മൈനസ് ഇസ് അഗെയിൻ കൺഫേംഡ്. അപ്പൊ ഐഡന്റിഫിക്കേഷൻ വെച്ചുകൊണ്ട് അതിന്റെ കണ്ടിന്യൂഷനായി രണ്ട് കൺഫർമേറ്ററി ഉണ്ട്. ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഒബ്സർവേഷനിലേക്ക് ഒന്നുകിൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ MnO2 ആഡ് ചെയ്യാം. ഇതേ MnO2 നമ്മൾ ബ്രോമിനിലും ആഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ അയഡിനിലും ആഡ് ചെയ്യുന്നുണ്ട്. ബ്രോമിന്റെ ഐഡന്റിഫിക്കേഷനിൽ നമുക്ക് ബ്രൗൺ ഗ്യാസ് കിട്ടിയാൽ അതിലേക്ക് MnO2 ആഡ് ചെയ്ത് കൊടുത്താൽ ഡെൻസ് ബ്രൗൺ ഗ്യാസ് കിട്ടുവാണെങ്കിൽ ബ്രോമിൻ ഇസ് കൺഫേംഡ്. അയഡിന്റെ ഐഡന്റിഫിക്കേഷനിലേക്ക് നമ്മൾ വയലറ്റ് വേപ്പേഴ്സ് കിട്ടും എന്ന് പറഞ്ഞല്ലോ. ഈ വയലറ്റ് വേപ്പേഴ്സിലേക്ക് MnO2 ആഡ് ചെയ്താൽ ആ വയലറ്റ് വേപ്പേഴ്സ് ഒന്നും കൂടി ഡെൻസ് വയലറ്റ് ആകും. അപ്പോൾ ആ മൂന്നും കോമൺ ആണ്, എല്ലാറ്റിലും ഉണ്ട്. ഇനി രണ്ടാമത്തെ കൺഫർമേറ്ററി ക്ലോറിന്റെ സാൾട്ട് സൊല്യൂഷനിലേക്ക് നൈട്രിക് ആസിഡും AgNO3 ഒഴിക്കുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ Cl മൈനസ് കൺഫേംഡ് ആണ്. അതേ ഒബ്സർവേഷൻ മക്കളെ പെയിൽ യെല്ലോ ആണെങ്കിൽ ബ്രോമിൻ കൺഫേംഡ് ആണ്. അതേ ടെസ്റ്റിന് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ അയഡിൻ കൺഫേംഡ് ആണ്. കാരണം AgCl, AgBr, AgI ഇവരാണ് ആക്ച്വലി ഇവിടെ ഫോം ചെയ്യുന്നത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ടും പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയിട്ടും യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയിട്ടും. ഓക്കെ, ഇനി അടുത്ത ടെസ്റ്റ്. ഇനിയുള്ള ടെസ്റ്റ് ഡിഫറെന്റ് ആണ്. അപ്പൊ ക്ലോറൈഡിന്റെ കൺഫർമേറ്ററി സാൾട്ട് സൊല്യൂഷനിലേക്ക് സൾഫ്യൂരിക് ആസിഡ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, NaOH, അസറ്റിക് ആസിഡ്, ലെഡ് അസറ്റേറ്റ്, ഒരു കുറച്ചധികം ആളുകളുണ്ട് അല്ലെ. ഓക്കെ, അവിടെ നിങ്ങൾക്ക് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ Cl മൈനസ് ഇസ് അഗെയിൻ കൺഫേംഡ്. അത് PbCrO4 ആണ്, ലെഡ് ക്രോമേറ്റ് ആണ്. അപ്പൊ ക്ലോറിൻ ആക്ച്വലി എത്ര കൺഫർമേറ്ററി ഉണ്ട്? 1, 2, 3, 4 കൺഫർമേറ്ററി. ഏറ്റവും കൂടുതൽ കൺഫർമേറ്ററി പഠിക്കാനുള്ള, ഏറ്റവും കൂടുതൽ ടെസ്റ്റ് പഠിക്കാനുള്ള ക്ലോറിൻ ആണ് കേട്ടോ. അപ്പൊ ബ്രോമിന്റെ കൺഫർമേറ്ററികൾ ആൾറെഡി 2 നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കാരണം അത് ക്ലോറിനിലും ഉണ്ടായിരുന്നതിനെയാണ്. ഇനി അതല്ലാത്ത ഒരു കൺഫർമേറ്ററി ഉണ്ട്. സാൾട്ട് സൊല്യൂഷനിലേക്ക് എക്സസ് ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ ഓറഞ്ച് ബ്രൗൺ ഗ്യാസ് പുറത്തേക്ക് വന്നാൽ അത് ബ്രോമിൻ ആണ് ആൻഡ് Br മൈനസ് കൺഫേംഡ് ആണ്. ഇതേ ടെസ്റ്റ് നമുക്ക് അയഡിനിലും ചെയ്യാം. അയഡിനിൽ ഇതേ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വയലറ്റ് ഗ്യാസ് ആണ് കിട്ടുന്നെങ്കിൽ അത് അയഡിൻ ആണ് എന്ന് കൺഫേംഡ് ആയി. കാരണം ആ വയലറ്റ് ഗ്യാസ് I2 ആണ്. ഓക്കെ ആണോ? അപ്പൊ ഇത്രയാണ് ഹാലൈഡുകളുടെ കൺഫർമേറ്ററി എന്ന് പറയുന്നത്. ഇതിൽ പലതും 3 പേർക്കും ഒരുപോലെ ഉണ്ട്. നോക്കൂ മക്കളെ, ഇത് 3 പേർക്കും ഉള്ളതാണ്. റെഡി അല്ലേ? ഈ ടെസ്റ്റും അതെ 3 പേർക്കും ഉള്ളതാണ്. അപ്പൊ അത് ഒരെണ്ണം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ഓർത്ത് വെക്കാൻ പറ്റും. റിസൾട്ട് മാത്രം നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ഇനി എക്സ്ട്രാ ഉള്ളത് ഈ ഒരു ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലോറിന്റെ ഈ ഒരു കൺഫർമേറ്ററി വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ക്രോമൈൽ ക്ലോറൈഡ് ടെസ്റ്റ്. എന്താ വിളിക്കുക? ക്രോമൈൽ ക്ലോറൈഡ് ടെസ്റ്റ്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ ആണെന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി ഇതല്ലെങ്കിൽ ഇനി നമുക്ക് 2 ആനയോൺസ് കൂടിയാ ബാക്കിയുള്ള, നൈട്രേറ്റും സൾഫേറ്റും. സി, നൈട്രേറ്റിന്റെ ഒരു കൺഫർമേറ്ററി നമ്മൾ ഐഡന്റിഫിക്കേഷന്റെ കണ്ടിന്യൂഷൻ ആണ്. കാരണം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രൗൺ ഗ്യാസ് കിട്ടും അല്ലെ, ബ്രൗൺ ഫ്യൂംസ് കിട്ടും. അതിലേക്ക് കോപ്പർ ടേണിങ്സ് ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്താൽ ആ ബ്രൗൺ ഫ്യൂംസ് ഒന്നുകൂടി ഡെൻസ് ആവും. അപ്പോൾ NO3 മൈനസ് ഇസ് കൺഫേംഡ്. രണ്ടാമത്തെ കൺഫർമേറ്ററി എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ ബ്രൗൺ റിംഗ് ടെസ്റ്റ് ആണ്. സാൾട്ട് സൊല്യൂഷനിലേക്ക് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷനും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ബ്രൗൺ റിംഗ് ഫോം ചെയ്യും. ആ ബ്രൗൺ റിംഗിന്റെ കോംപ്ലക്സ് ആണ്, ഫോർമലി ഇമ്പോർട്ടന്റ് ആണ്, FeNO H2O 5 times SO4. ഇനി ഇതിലൊന്നിനും പോസിറ്റീവ് ടെസ്റ്റ് കിട്ടുന്നില്ലെങ്കിൽ
നിങ്ങളുടെ ആനിയോൺ സൾഫേറ്റ് ആണ്. സൾഫേറ്റിന് 2 കൺഫർമേറ്ററി ഉള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ലെഡ് അസറ്റേറ്റ് ആഡ് ചെയ്യാം. രണ്ടിലും വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആ കിട്ടുക. ഒരെണ്ണത്തിൽ അത് ബേരിയം സൾഫേറ്റ് ആണ്, രണ്ടാമത്തെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ലെഡ് സൾഫേറ്റ് ആണ്. ഓക്കെ ആണോ? അപ്പൊ ഞാൻ ഈ ഒരു ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതൊക്കെ റിയേജന്റുകളാണ് ആഡ് ചെയ്യേണ്ടത്, അല്ലെ, ഏതൊക്കെ സബ്സ്റ്റൻസുകളാണ് ഫോം ചെയ്യുന്നത്, അതിന്റെയൊക്കെ ഫോർമുല അടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി വളരെ ഈസിയായി ഈ റിയേജന്റുകളും അതിന്റെ ഒബ്സർവേഷനും മാത്രം ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ബ്രീഫ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. സോ കാർബണേറ്റിലേക്ക് സാൾട്ട് പ്ലസ് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ്, ബ്രിസ്ക് എഫവസൻസ് കിട്ടും. അതിനെ ലൈം വാട്ടറിലൂടെ കടത്തിവിട്ടാൽ മിൽക്കി ആകും. അത് എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടാൽ കളർലെസ് ആകും. കാർബണേറ്റ് ഇസ് ഡൺ. സൾഫൈഡ്, സാൾട്ട് പ്ലസ് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ്, നമ്മൾ പറഞ്ഞത് തന്നെ ഒന്നുകൂടി ബ്രീഫ് ചെയ്യുന്നതാണ്. സാൾട്ട് പ്ലസ് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ്, റൊട്ടൺ എഗ് സ്മെല്ല് വരും. ലെഡ് അസറ്റേറ്റ് പേപ്പർ ഡിപ്പ് ചെയ്താൽ ബ്ലാക്ക് ആകും. സാൾട്ട് സൊല്യൂഷൻ പ്ലസ് സോഡിയം നൈട്രോപ്രൂസൈഡ്, പർപ്പിൾ കളർ കിട്ടിയാൽ S2- is confirmed. ഓക്കെ ആണോ? അപ്പൊ സാൾട്ട് പ്ലസ് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ്, സാൾട്ട് സൊല്യൂഷൻ പ്ലസ് സോഡിയം നൈട്രോപ്രൂസൈഡ്. NO2- സാൾട്ട് പ്ലസ് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ്, ബ്രൗൺ ഫ്യൂംസ് കിട്ടും. പൊട്ടാസ്യം ആയിടും, സ്റ്റാർച്ചും ആഡ് ചെയ്യുമ്പോൾ ബ്ലൂ ആയിട്ട് മാറും. ഓക്കെ, സാൾട്ട് സൊല്യൂഷൻ പ്ലസ് അസിറ്റിക് ആസിഡ് പ്ലസ് സൾഫാനിലിക് ആസിഡ് പ്ലസ് 1-fthylamine, റെഡ് കളർ കിട്ടും. ഓക്കെ ആണോ? NO2- ഡൺ. മക്കളെ, ഇനി Cl-, Br-, I-, സാൾട്ട് പ്ലസ് സൾഫ്യൂരിക് ആസിഡ്, കളർലെസ് ഗ്യാസ്. സാൾട്ട് പ്ലസ് സൾഫ്യൂരിക് ആസിഡ്, ബ്രൗൺ ഗ്യാസ്. സാൾട്ട് പ്ലസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, വയലറ്റ് വേപ്പേഴ്സ്. ഒരേ ടെസ്റ്റ് ആണ്, ഒബ്സർവേഷൻ ഡിഫറെന്റ് ആണ്. സാൾട്ട് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് പ്ലസ് അമോണിയം ഹൈഡ്രോക്സൈഡ്, ഡെൻസ് വൈറ്റ് ഫ്യൂംസ്. ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. സാൾട്ട് പ്ലസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് പ്ലസ് MnO2, ഗ്രീനിഷ് യെല്ലോ ഗ്യാസ്, ഡെൻസ് ബ്രൗൺ ഗ്യാസ്, ഡെൻസ് വയലറ്റ് വേപ്പേഴ്സ്. ഒരേ ടെസ്റ്റ്, 3 ഒബ്സർവേഷൻ. സാൾട്ട് സൊല്യൂഷൻ പ്ലസ് HNO3 പ്ലസ് AgNO3, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, യെല്ലോ പ്രസിപ്പിറ്റേറ്റ്. ഒരേ ടെസ്റ്റ്, 3 ഡിഫറെന്റ് ഒബ്സർവേഷൻസ്. സാൾട്ട് സൊല്യൂഷൻ പ്ലസ് സൾഫ്യൂരിക് ആസിഡ് പ്ലസ് ഡൈക്രോമേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പ്ലസ് NaOH പ്ലസ് അസറ്റിക് ആസിഡ് പ്ലസ് ലെഡ് അസറ്റേറ്റ്. ഇതൊന്ന് എഴുതണേ, അത് കുറച്ച് അധികം റിയേജന്റ് ഉണ്ട്. LOPPT, ക്രോമൈൽ ക്ലോറൈഡ് ടെസ്റ്റ്. ഓക്കെ ആണോ? ഇനി സാൾട്ട് സൊല്യൂഷൻ പ്ലസ് എക്സസ് ക്ലോറിൻ, ഓറഞ്ച് ബ്രൗൺ. സാൾട്ട് സൊല്യൂഷൻ പ്ലസ് എക്സസ് ക്ലോറിൻ, വയലറ്റ് വേപ്പേഴ്സ്, ബ്രോമിൻ ആൻഡ് അയഡിൻ. സോ രണ്ടും ഒരേ ടെസ്റ്റ് ആണ്, പക്ഷെ ഒബ്സർവേഷൻ ഡിഫറെന്റ് ആണ്. ഓക്കെ ആണ്. ദെൻ NO3- SO4 - ബാക്കിയുള്ള നോക്കൂ മക്കളെ. NO3- സാൾട്ട് പ്ലസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, ബ്രൗൺ ഗ്യാസ് കിട്ടും. സാൾട്ട് പ്ലസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് പ്ലസ് കോപ്പർ പ്ലസ് ഹീറ്റിംഗ്, ഡെൻസ് ബ്രൗൺ ഗ്യാസ് കിട്ടും. സാൾട്ട് സൊല്യൂഷൻ പ്ലസ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ പ്ലസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, ബ്രൗൺ റിംഗ് കിട്ടും. സോ 3 ടെസ്റ്റുകൾ അതിലുണ്ട്. ഓക്കെ ആണോ? ഇനി സൾഫേറ്റിന്റേത് സാൾട്ട് സൊല്യൂഷൻ പ്ലസ് ബേരിയം ക്ലോറൈഡ്, വൈറ്റ് PPT. സാൾട്ട് സൊല്യൂഷൻ പ്ലസ് ലെഡ് അസറ്റേറ്റ്, വൈറ്റ് PPT. സോ ആനൺ അനാലിസിസ് എല്ലാം ഈ ഒരു ചെറിയ വീഡിയോയിലുണ്ട്. സോ ഇത് ഇങ്ങനെ തന്നെ എഴുതി പഠിച്ചാൽ നിങ്ങളുടെ മൈൻഡിൽ അത് നിൽക്കും മക്കളെ. നിങ്ങളുടെ മൈൻഡിൽ നിന്ന് എവിടേക്കും പോകില്ല. ഗംഭീരമായിട്ട് പഠിക്കുക. കാറ്റോൺ അനാലിസിസുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്.